അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് വനിതകൾക്ക് സംരംഭകരാകാൻ തീരുമാനിക്കുന്ന വനിതകൾക്ക് ഒരു 5 സംരംഭക വഴികളാണ് പറയുന്നത്. സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന വനിതകൾക്ക് 5 എളുപ്പവഴികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക ഈ വീഡിയോ, ഒരു നന്മ കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത സുഹൃത്തുണ്ടാവും, ഏറ്റവും നല്ലൊരു സുഹൃത്തിന് ഇതൊന്ന് ഫോർവേഡ് ചെയ്ത് ഒരു നന്മ കാണിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ ഉപകാരപ്രദമായി മാറും ഈ വീഡിയോ. അപ്പോൾ അങ്ങനെ ഒരു നന്മ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. സ്ത്രീ മുന്നേറ്റത്തിൻ്റെ പുതിയ ചുവടുകൾ അടയാളപ്പെടുത്തുന്ന കാലത്ത് സ്വന്തം നിലയിൽ എന്തെങ്കിലും ഒരു സംരംഭമോ ബിസിനസ്സോ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ടാകും. അതിവേഗം കുതിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയും വിശാലമായ വിപണി സാധ്യതകളും ഇത്രയും ആഗ്രഹങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്നതിന് അവസരമൊരുക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഓൺലൈനായും ഓഫ്ലൈനായും ഏത് സ്കെയിലിലുമുള്ള ബിസിനസ്സുകൾ നടത്തി വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച നിരവധി സ്ത്രീകൾ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിൽ ചെറിയ ബിസിനസ് ആശയങ്ങൾ തിരയുന്നവർക്കുള്ളതാണ് ഈ വീഡിയോ. വീട്ടിലിരുന്നും ചെറിയ മുതൽ മുടക്കിലും സ്ത്രീകൾക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ചില ബിസിനസ് ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫോട്ടോഗ്രാഫി. ആദ്യത്തേതാണ് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് അനായാസം അവരുടെ ആ കഴിവ് ലാഭകരമായ ബിസിനസ്സായി പരിവർത്തനം ചെയ്യാൻ സാധിക്കും. നിരവധി സ്ത്രീകളാണ് ഇന്ന് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തെ വിപണി സാധ്യത ഒരുപാട് അവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. ക്യാമറയ്ക്ക് പുറമെ ലൈറ്റ്, ട്രൈപോഡ് അടക്കമുള്ള മറ്റു കാര്യങ്ങളുമാണ് ഇതിനാവശ്യമായി വരുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ സുഹൃത്തുക്കളുടെയോ ജീവിതത്തിലെ സുപ്രധാന നിമിഷങ്ങൾ പകർത്തിക്കൊണ്ട് തുടങ്ങി അതിൽ നിന്നും വലിയ അവസരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അതല്ലെങ്കിൽ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് പോലുള്ള രീതികളിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. അടുത്തത് ജ്വല്ലറി ഡിസൈനാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഒരു ഗോൾഡിന് പകരം ഒരു ഫാഷൻ ജ്വല്ലറി ഡിസൈൻസിൻ്റെ ഒരു ട്രെൻഡ് നടന്നു വരുന്നുണ്ട്. അപ്പോൾ ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ജ്വല്ലറി ഡിസൈനിങ് ബിസിനസ് ആരംഭിക്കാം. മെറ്റൽ വർക്ക്, ബീഡ് വർക്ക് അല്ലെങ്കിൽ സങ്കീർണമായ ഡിസൈനുകൾ പോലുള്ള ആഭരണങ്ങളിലെ താല്പര്യം ലാഭകരമായ ബിസിനസ്സാക്കി പരിവർത്തനപ്പെടുത്തുക. ഇതിനാവശ്യമായ സാധനങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങി മനോഹരമായ ആഭരണങ്ങളാക്കി വിപണിയിലേക്ക് തന്നെ തിരിച്ചെത്തിക്കാം. ഇത് ഓൺലൈനായും കടകളിൽ ഇത്തരം നിർമ്മിക്കുന്ന ആഭരണങ്ങൾ വിൽക്കാനാകും. അടുത്തതായി മൂന്നാമത്തെ നമ്മൾ പറയുക ഡേ കെയർ സ്കൂൾ. കുട്ടികളെ നോക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും ഇഷ്ടമുള്ളവർക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു കാര്യമാണ് ഡേ കെയർ. നിങ്ങളുടെ സമീപത്തെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ, അതായത് നമ്മളെ വീട്ടിൽ തന്നെ സൗകര്യമുണ്ടെങ്കിൽ സൗകര്യമെടുക്കാം, അല്ലെങ്കിൽ ഒരു വാടക കെട്ടിടം എടുത്തിട്ട് അവിടേക്ക് മാറാം. ഇതിനാവശ്യമായി ലൈസൻസും മറ്റു സർട്ടിഫിക്കറ്റും നേടുക എന്നതാണ് ആദ്യത്തെ കടമ്പ. നിങ്ങളുടെ അയൽവാസികളായ കുട്ടികളുടെ 1, 2, 3 കുട്ടികളെ വെച്ച് പരിപാലിച്ചുകൊണ്ട് ഇതൊരു വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ബിസിനസ്സാണ്. അടുത്തതാണ് ബേക്കിംഗ് ബിസിനസ്, കേക്ക് നിർമ്മാണം. ഇതിനോടകം തന്നെ പലരും വിജയകരമായി മുന്നോട്ട് പോകുന്ന ചെറിയ ബിസിനസ് ആശയമാണ് ഹോം ബേക്കിംഗ്. ഭക്ഷണപ്രേമികൾക്കിടയിൽ ഹോം ബേക്കിംഗ് ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ട, അതായത് നമുക്ക് ഇതിൽ സർട്ടിഫിക്കേഷൻ വേണ്ടതുണ്ട്. നിങ്ങളുടെ ബേക്കിംഗ് ഉൽപ്പന്നങ്ങളിൽ വിശ്വാസം വളർത്തിയെടുക്കാൻ ഇത് സഹായിക്കും. ഓൺലൈനിൽ നിങ്ങളുടെ വർക്ക്ഷോപ്പുകൾ വഴി നിങ്ങൾക്ക് ബേക്കിംഗ് കഴിവുകൾ വാഗ്ദാനം ചെയ്യാനും കഴിയും. അടുത്തതാണ് ഓൺലൈൻ ട്യൂഷൻ സ്ത്രീകൾക്ക് തുടക്കാൻ സാധിക്കുന്ന മികച്ചൊരു വരുമാന മാർഗമാണ്. ഈ രംഗത്ത് പല ഭീമൻ കമ്പനികളും ഉണ്ടെങ്കിലും നമ്മൾക്കും ചെറിയ രീതിയിൽ തുടങ്ങാനും മുന്നോട്ട് പോകാനും സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിപണിയാണ് ഇത്. ഇതിനായി നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ സംവിധാനം, ശക്തമായ ഇൻ്റർനെറ്റ് ലഭ്യതയും ഉറപ്പാക്കേണ്ടതുണ്ട്. നമ്മൾ അറിയപ്പെടുന്ന ബൈജൂസും
ആദ്യം ചെറുതായി രീതിയിൽ ഒരു മാത്സ് ട്യൂഷൻ എടുത്തു തുടങ്ങിയ വ്യക്തിയാണ്. പിന്നെ വളരെ അധികം ഉയരങ്ങളിലേക്ക് കയറിപ്പോയ വ്യക്തിയാണ് ബൈജു. പക്ഷേ ഇപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ബൈജുവിനുണ്ട്. ബൈജുവിൻ്റെ കഥ അയച്ചാൽ നമുക്ക് ഏകദേശം ഇതുപോലെയാണ് മനസ്സിലാവുക. ചെറിയ രീതിയിൽ ട്യൂഷൻ തുടർന്ന് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ബൈജു. അപ്പോൾ ഇത്രയുമാണ് സ്ത്രീകൾക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ പറ്റിയ ഒരു 5 സംരംഭങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഓരോ സംരംഭങ്ങൾ തുടങ്ങി വലിയ നിലയിൽ എത്തട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായിട്ട് വരുന്നത് വരെ ബൈ ബൈ.